السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن خلقناكم فلولا تصدقون. أفرأيتم ما تمنون. أأنتم تخلقونه أم نحن الخالقون. نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم فيما لا تعلمون. ولقد علمتم النشأة الأولى فلولا تذكرون. أفرأيتم ما تحرثون. أأنتم تزرعونه أم نحن الزارعون. لو نشاء لجعلناه حطاما فظلتم تفكهون. إنا لمغرمون بل نحن محرومون. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സനാബിൽ കുടുംബത്തിലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ചും അനുസരിച്ചും അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കണമെന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഉണർത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 56-ാം അധ്യായം സൂറത്തുൽ വാഖിഅയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 56 ആയത്തുകൾ നാം പഠിച്ചു. ഏറ്റവും ഒടുവിൽ നാളെ അന്ത്യനാളിൽ മനുഷ്യരെയൊക്കെ 3 വിഭാഗങ്ങളായിട്ടാണ് വേർതിരിക്കുക എന്നും അതിലേറ്റവും ഉന്നതന്മാരായ മുഖറബീങ്ങളാകുന്ന ആളുകൾ സാബിഖീങ്ങളാണെന്നും അതിൻ്റെ തൊട്ടു താഴെയുള്ളത് സജ്ജനങ്ങളായ അസ്ഹാബുൽ യമീനാണ്, വലതുപക്ഷക്കാർ, അവർക്ക് സ്വർഗമുണ്ടെന്നും ആ സ്വർഗത്തിൽ സാബിഖീങ്ങൾക്കും അസ്ഹാബുൽ യമീനിനും അല്ലാഹു തആല കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്ലാഹു വിവരിച്ചു തന്നു. ഏറ്റവും ഒടുവിൽ 3ാമത്തെ കക്ഷികളാകുന്ന അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷക്കാരാകുന്ന തെറ്റുകളിലും കുറ്റങ്ങളിലും അള്ളാഹുവിനെ മതിമറന്നുകൊണ്ട് ജീവിക്കുകയും താന്തോന്നികളായി ജീവിച്ച് അള്ളാഹുവിനെ നിഷേധിച്ച് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച് പരലോകത്തെയും സ്വർഗത്തെയും നരകത്തെയും ഒക്കെ നിഷേധിച്ച് നടന്നിരുന്ന ആളുകളെ അവരെ അവിടെ ഒരുമിച്ച് കൂട്ടും. അവരാണ് അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷക്കാരെന്നും ആ ആളുകൾക്ക് ലഭ്യമാകുന്നത് നരകമാണെന്നും ആ നരകത്തിൽ അവർക്കുണ്ടാകുന്ന വിവിധ ശിക്ഷാ മുറകളെക്കുറിച്ച്, അവരുടെ ഭക്ഷണത്തെക്കുറിച്ച്, അവരുടെ വെള്ളത്തെക്കുറിച്ച് ഒക്കെയും അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി. തുടർന്ന് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 57 മുതൽ 67 വരെയുള്ള 10 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. ഇനി കുറച്ച് ആയത്തുകളിൽ അള്ളാഹു തആല നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നമ്മൾ കണ്ടു പരിചയമുള്ള, നമ്മൾ അനുഭവിക്കുന്ന, നമുക്കൊക്കെ അറിയാവുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു എടുത്തു വെക്കുകയാണ്. എന്നിട്ട് അള്ളാഹു നമ്മോട് ചോദിക്കുന്നത്, ഇതൊക്കെ ചെയ്തു തന്നത് ഞാനാണോ, അതല്ല ഇതിലെന്തെങ്കിലും, ഇതിനെ സൃഷ്ടിക്കുന്നതിലോ ഇതിനെ പാകപ്പെടുത്തുന്നതിലോ ഇതിനെ സംവിധാനിക്കുന്നതിലോ നിങ്ങൾക്ക് വല്ല പങ്കും ഇതിലുണ്ടോ എന്ന മഹത്തായ ഒരു ചോദ്യം അല്ലാഹു തആല ഉന്നയിക്കുകയാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. അല്ലാഹു പറയാ, ചോദിക്കുകയാണ് റബ്ബ് തആല. നഹ്നു, ഉറപ്പിച്ച് അല്ലാഹു പറയാ, നഹ്നു, നമ്മളാണ്, നാമാണ്, ഖലഖന, നാം സൃഷ്ടിച്ചിരിക്കുന്നു, കും, നിങ്ങളെ. നഹ്നു ഖലഖനാകും, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹു ഉറപ്പിച്ചു പറയുന്നു, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. എന്നിട്ടൊരു ചോദ്യം, എന്നോട് നിങ്ങളോടുമൊക്കെയാണ്. നമ്മെ സൃഷ്ടിച്ചത് റഹ്മാനായ റബ്ബാണ്. നമ്മുടെ മുൻഗാമികളെ സൃഷ്ടിച്ചത്, എല്ലാവരെയും സൃഷ്ടിക്കുന്നത് റഹ്മാനായ റബ്ബാണ്. ഒരു തർക്കവുമില്ല, നമുക്കതിൽ സംശയവുമില്ല. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുന്നത്, ഫലൗലാ തുസദ്ദിഖൂൻ, ഫലൗലാ, അപ്പോൾ എന്തുകൊണ്ട് ആയിക്കൂടാ, തുസദ്ദിഖൂൻ, നിങ്ങൾക്ക് സത്യമാകുന്നവർ ആയിക്കൂടാ.
ഞാൻ പറഞ്ഞു തരുന്ന, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിരിക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ ശരിപ്പെടുത്തി അത് സത്യമാണെന്ന് വിശ്വസിക്കാത്തത്? എന്തേ നിങ്ങൾ അതിനെ സത്യമാക്കുന്നില്ല? അതെന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? അതെന്തുകൊണ്ട് നിങ്ങൾ ശരിപ്പെടുത്തുന്നില്ല എന്നതാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഒന്ന്, നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. പിന്നീട് ആ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അള്ളാഹു തആല നമ്മോട് ചോദിക്കാം. നമ്മുടെയൊക്കെ സൃഷ്ടിപ്പിന്റെ ആ ഉത്ഭവത്തെ കുറിച്ചുള്ള ചോദ്യം വല്ലാത്ത ചോദ്യമാണത്, വല്ലാത്തൊരു ചോദ്യമാണ്. അഫറഅയ്തും, അഫറഅയ്തും, നിങ്ങൾ കണ്ടുവോ, നിങ്ങൾ കണ്ടുവോ, അഥവാ ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? വല്ലപ്പോഴും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? എന്ത്? മാ ഒന്ന്, തുംനൂൻ, നിങ്ങൾ ഇന്ദ്രിയം ശ്രവിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഗർഭാശയങ്ങളിൽ നിങ്ങൾ ഇന്ദ്രിയം ശ്രവിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടുവോ? നിങ്ങൾ അതിനെക്കുറിച്ച് വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. നമ്മുടെ നമ്മളൊക്കെ ഉണ്ടായത് എന്താണെന്ന് പോലും പറയപ്പെടാൻ പറ്റാത്ത ഇല്ലായ്മകളിൽ നിന്നാണ് റഹ്മാനായ റബ്ബ് എന്നെയും നിങ്ങളെയൊക്കെ പടച്ചത്. ഇപ്പൊ നമ്മൾ സോട്ടും കൂട്ടൊക്കെ ഇട്ട് ഞാൻ തന്നെയാണ് വലിയവൻ, എന്നെ കവച്ചു വെക്കാൻ ആരും ഉണ്ടാവുകയില്ല, സമ്പത്ത് കൊണ്ട്, അധികാരം കൊണ്ട്, സംഘടനകൾ കൊണ്ട്, ഞാൻ 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 എന്ന് പറഞ്ഞെടുക്കണം നമ്മളൊക്കെ. ആ നമ്മളെ കുറിച്ച് അള്ളാഹു പറയാ, ഒന്ന് ആലോചിക്കടോ, ഒന്നിനും പറ്റാത്തൊരു കാലം നിനക്കുണ്ടായിരുന്നു, ഇല്ലായ്മകളിൽ നിന്നാണ് നീ വന്നത്, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്ക്. ഗർഭാശയങ്ങളിൽ നിങ്ങൾ ഇന്ദ്രിയം ശ്രവിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടുവോ? വീണ്ടും അള്ളാഹു ചോദിക്കാണ്, അഅൻതും, നിങ്ങളാണോ, നിങ്ങളാണോ മനുഷ്യരെ, തഖ്ലുഖൂനഹു, തഖ്ലുഖൂനഹു, തഖ്ലുഖൂന, നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു, ഹു അതിനെ, അഅൻതും തഖ്ലുഖൂനഹു, ആ ഇന്ദ്രിയ തുള്ളികളെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളാണോ? ആണോ? ഇന്ദ്രിയ തുള്ളികളെ ഉണ്ടാക്കിയത്, അത് ഉണ്ടാക്കിയത് ആരാണ്? ആരാണ് അതിനെ സംവിധാനിച്ചിട്ടുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കുറിച്ച് അല്ലാഹു തആല ചോദിക്കാം. നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഉത്ഭവത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നു. ആ ഇന്ദ്രിയ തുള്ളികളെ രൂപം നൽകി അതിനെ സൃഷ്ടിച്ചുണ്ടാക്കുന്നത് നിങ്ങളാണോ? അം അല്ല, നഹ്നുൽ ഖാലിഖൂൻ, അതല്ല, അതിനെ സൃഷ്ടിച്ചുണ്ടാക്കിയത് നമ്മളാണോ? ഞാനാണോ അത് സൃഷ്ടിച്ചത്? അതല്ല, നിങ്ങളാണോ അതുണ്ടാക്കിയത്, അത് സംവിധാനിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് തീർച്ചയായും മറുപടി പറയാൻ കഴിയും. നമുക്ക് അതിനെ സംവിധാനിക്കുന്നതിൽ, അതിനെ ഉണ്ടാക്കുന്നതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല, യാതൊരു പങ്കുമില്ല. റഹ്മാനായ റബ്ബിന്റെ സംവിധാനങ്ങളാണത്. അള്ളാഹു ഒരുക്കിയിട്ടുള്ള കൃത്യമായ സംവിധാനമാണ്. അതിനെ സൃഷ്ടിച്ചതും സംവിധാനിച്ചതും ഒക്കെ ആരാണ്? റഹ്മാനായ റബ്ബാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത്, മനുഷ്യരെ, മനുഷ്യരെ, ഇത് ആ ഇന്ദ്രിയം ശ്രവിപ്പിക്കുന്നത് ഗർഭാശയങ്ങളിൽ നിങ്ങളല്ല. നിങ്ങൾ ശ്രവിപ്പിക്കുന്നതിനെ അതിനെ ഒരിക്കലും നിങ്ങൾ കണ്ടിട്ടില്ല. ആ കാണാത്ത ആ വിഷയത്തെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒന്ന് ചിന്തിച്ചു നോക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കാത്തത്? അവിടെ കൃത്യമായി റഹ്മാനായ റബ്ബാണ് അതിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്, അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലാതെ അതിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഫലൗലാ തുസദ്ദിഖൂൻ, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിവെച്ച് അതിനെ സത്യമാക്കുന്നില്ല എന്നതാണ് റഹ്മാനായ റബ്ബിന്റെ ഒരു ചോദ്യം, നമ്മുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒന്നാമതായി സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു ചോദിച്ചു. നമ്മുടെ സൃഷ്ടിപ്പ് അള്ളാഹുവാണ് സംവിധാനിച്ചിട്ടുള്ളത്. നമ്മെ വളർത്തി വലുതാക്കിയത്, ആ ഗർഭാശയങ്ങളിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നത്, ഉമ്മയുടെ ഗർഭാശയത്തിൽ നമുക്ക് സംവിധാനങ്ങൾ ഒരുക്കി തന്നത്, അവിടെ ഭക്ഷണങ്ങൾ നമുക്ക് എത്തിച്ചു തന്നത്, അതിനെ ഘട്ടം ഘട്ടങ്ങളിലായി വളർത്തിക്കൊണ്ടുവന്നതെല്ലാം ആരാകുന്നു? അള്ളാഹുവാണ്. ഒരു തർക്കവുമില്ല. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. ഒന്നാമത്തേത് സൃഷ്ടിപ്പിനെ കുറിച്ച് റബ്ബ് ചോദിക്കുന്നു. രണ്ടാമത്തേത് നഹ്നു, നമ്മളാണ്, ഖദ്ദർനാ, നമ്മളാണ് നിശ്ചയിച്ചിട്ടുള്ളത്, ബൈനക്കും, കണക്കാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിശ്ചയിച്ചിട്ടുള്ളത്, ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ കണക്കാക്കിയിട്ടുള്ളത്. എന്തിനെ? അൽ മൗത, മരണത്തിനെ നിങ്ങൾക്ക് കണക്കാക്കി തന്നിട്ടുള്ളത് നമ്മളാണ്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു നാം, മാ നഹ്നു നമ്മളല്ല, വമാ നഹ്നു നാം അല്ല താനും, ബിമസ്ബൂഖീൻ പരാജയപ്പെടുന്നവർ അല്ല. ഓരോരുത്തരുടെയും മരണം എപ്പോഴാകണം, ഏത് ദിവസമാകണം, അതെങ്ങനെയാകണം എന്ന് മുൻകൂട്ടി മനുഷ്യരാകുന്ന എനിക്കും നിങ്ങൾക്കും അറിയില്ല. അതദിരി നഫ്സുൻ ലാ തദിരി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്.
എവിടെ വെച്ചുകൊണ്ടാണ് മരിക്കുക, എങ്ങനെയായിരിക്കും മരണമുണ്ടാകുക, ഏത് സമയത്താണ് ഉണ്ടാവുക? നമ്മുടെ വീടുകളിൽ നാം തൂക്കിയിട്ടിരിക്കുന്ന ഏതോ ഒരു കലണ്ടറിലെ ഏതോ ഒരു ഭാഗത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും അവസാന തീയതിയുണ്ടോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല, നമുക്കറിയില്ല. അള്ളാഹുവിന് മാത്രമേ അതറിയൂ. അതുകൊണ്ട് അള്ളാഹു പറയുന്നത്, മനുഷ്യരെ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ മരണത്തെക്കുറിച്ച്. അത് നിശ്ചയിച്ചിട്ടുള്ളത്, അത് തീരുമാനിച്ചിട്ടുള്ളത്, അത് നിർണയിച്ചിട്ടുള്ളത് ഞാനാണ്. അതിൽ നിങ്ങൾക്കൊരു പങ്കുമില്ല, അതിനെ തടുക്കാൻ കഴിയില്ല. എനിക്കിപ്പം മരണം വേണ്ട, എനിക്ക് ഇന്ന് വേണ്ട, നാളെയാകാം, നാളെ ഞാൻ വരാൻ തയ്യാറാ, ഇന്ന് മരിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് നീട്ടിക്കിട്ടുകയില്ല. നമ്മുടെ മരണം എത്തിക്കഴിഞ്ഞാൽ അജലുഹ, നമ്മുടെ അവധി അങ്ങ് വന്നു കഴിഞ്ഞാൽ ആ സമയം തന്നെ തീർച്ചയായും നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. നമ്മൾ മരണത്തിന് കീഴൊതുങ്ങേണ്ടി വരും. അള്ളാഹുവാണ് ആ മരണത്തെ സംവിധാനിച്ചിട്ടുള്ളത്, അതിനെ നിർണയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വമാ നഹ്നു ബിമസ്ബൂഖീൻ, വമാ നഹ്നു, നമ്മളല്ല ബിമസ്ബൂഖീൻ, ആരുടെ മുമ്പിലും നമ്മൾ പരാജയപ്പെടുകയില്ല. നമ്മളെ പരാജയപ്പെടുത്താൻ, അള്ളാഹുവിനെ തോൽപ്പിച്ചുകൊണ്ട് എനിക്ക് മുന്നേറാം, അവനെ കണ്ണുവെട്ടിച്ചുകൊണ്ട് എനിക്കങ്ങ് വിജയിച്ച് കളയാം എന്ന തോന്നലും ധാരണയും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ട എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അള്ളാഹുവാണ് വലിയായവൻ, അവനാണ് എല്ലാം തികഞ്ഞവൻ, എല്ലാം കേൾക്കുന്നവൻ അവനാണ്, എല്ലാത്തിനും കഴിവുള്ളവൻ അവനാണ്. നമ്മൾ വെറും ഫുഖറാകൾ മാത്രമാണ്. എല്ലാത്തിനും റഹ്മാനായ റബ്ബിനെ ആശ്രയിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിനെ ആശ്രയിക്കാതെ, റഹ്മാനായ റബ്ബിന്റെ അള്ളാഹുവിന്റെ ഇടപെടലുകളില്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. അള്ളാഹു പറയുന്നത്, വമാ നഹ്നു ബിമസ്ബൂഖീൻ, ആ മുൻകടക്കപ്പെടുന്ന ആരുടെയെങ്കിലും മുമ്പിൽ കടന്നു പരാജയപ്പെട്ടു പോകുന്നവരല്ല ഞാൻ, എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തുടർന്ന് അല്ലാഹു പറയുന്നത്, അലാ അൻ നുബദ്ദില അംസാലകും വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ. അലാ അൻ നുബദ്ദില, നാം പകരം കൊണ്ടുവരുന്നതിൽ, പകരം, നുബദ്ദില പകരം കൊണ്ടുവരിക, അലാ അൻ നുബദ്ദില പകരം കൊണ്ടുവരുന്നതിൽ എന്നെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അലാ അൻ നുബദ്ദില, നാം പകരം കൊണ്ടുവരുന്നതിന്റെ മേൽ, എന്തിനെ പകരം കൊണ്ടുവരിക? അംസാലക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു വിഭാഗത്തെ, നിങ്ങളെപ്പോലെയുള്ള മറ്റൊരു സൃഷ്ടികളെ ഇവിടെ പകരം കൊണ്ടുവരുമ്പോ അതിനെ തോൽപ്പിക്കുവാനോ അത് വേണ്ടെന്ന് പറയാനോ അതിനെ ഇല്ലാതെയാക്കുവാനോ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. വനുൻശിഅകും, നിങ്ങളെ വളർത്തിയുണ്ടാക്കുകയും ചെയ്തു, ഫീമാ ലാ തഅലമൂന, നിങ്ങൾക്ക് അറിയാത്തതായ വിധത്തിൽ. എങ്ങനെയാണ് വളർന്നു വന്നത്? അവിടെ ആരാണ് സംരക്ഷണം നൽകിയത്? നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് നിങ്ങൾക്ക് അറിയാത്ത വിധത്തിലൂടെയാണ് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നതിൽ അള്ളാഹുവിനെ പരാജയപ്പെടുത്തുവാൻ ഒരാൾക്കും കഴിയുകയില്ല എന്ന് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവിടെയൊക്കെ നമ്മുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളിൽ റഹ്മാനായ റബ്ബിന് മാത്രമേ പങ്കുള്ളൂ. അതേപ്രകാരം നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്ത് അതെന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, അതൊക്കെ അള്ളാഹുവിന് മാത്രം അവന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. അതൊക്കെ നമ്മളാണ് ചെയ്യുന്നത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വലഖദ് അലിംതുമുൻ നശ്അതൽ ഊലാ ഫലൗലാ തദക്കറൂൻ. ആദ്യം അല്ലാഹു ചോദിച്ചു, മനുഷ്യരെ ഇതൊക്കെ ഞാനാണ് ചെയ്തു തന്നിരിക്കെ, ഫലൗലാ തുസദ്ദിഖൂൻ, എന്തേ നിങ്ങൾ സത്യപ്പെടുത്താത്തത്? എന്തേ നിങ്ങൾക്കത് അംഗീകരിക്കാൻ ഒരു പ്രയാസം? ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു തആല ചോദിക്കുന്നത്, വലഖദ് അലിംതും, വലഖദ് തീർച്ചയായിട്ടും, അലിംതും നിങ്ങൾക്കറിയാം, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്താ മനുഷ്യരെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്? അല്ലാഹു നമ്മോട് പറയും, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അന്നശ്അതൽ ഊല, നശ്അത്ത് സൃഷ്ടി, സൃഷ്ടികളെ ഉണ്ടാക്കുക, വളർത്തിക്കൊണ്ടുവരിക. അൽ ഊല, ഒന്നാമത്തെ വളർത്തിയുണ്ടാക്കൽ, ഒന്നാമത്തെ സൃഷ്ടിപ്പ്, അത് നിങ്ങൾക്കറിയാമല്ലോ, അതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അവിടെ നിങ്ങൾക്കൊരു ഇടപെടലുകളുമില്ല. അതൊക്കെ നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ വളർത്തിക്കൊണ്ടു വന്നത് അല്ലാഹുവാണ്. എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടും ഫലൗലാ തദക്കറൂൻ, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ആലോചിച്ചു നോക്കുന്നില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അങ്ങനെ സൃഷ്ടിച്ച എനിക്ക്, ഇല്ലായ്മകളിൽ നിന്ന് സൃഷ്ടിച്ച നിങ്ങൾക്ക്, ഇല്ലായ്മകളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച എനിക്ക്, ഇന്ദ്രിയ തുള്ളികളെ സൃഷ്ടിച്ച എനിക്ക്, മരണത്തെ സൃഷ്ടിച്ച എനിക്ക്, ഇനിയും നിങ്ങൾ മരണപ്പെട്ടു പോയതിന് ശേഷം വീണ്ടും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എനിക്കൊരു പ്രയാസവുമില്ല മനുഷ്യരെ എന്ന് അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഉദാഹരണം മുമ്പിൽ വെച്ച്, ഇതൊക്കെ ചെയ്തത് ഞാനല്ലേ? അങ്ങനെയുള്ള എനിക്ക് നിങ്ങൾ മരണപ്പെട്ടു പോയി, നിങ്ങൾ മണ്ണിനോടങ്ങ് ചേർന്ന് പോയാൽ വീണ്ടും നിങ്ങളെ പുനർജീവിപ്പിക്കാൻ എനിക്കെന്ത് പ്രയാസമാണ് ഉണ്ടാവുക? എന്തേ ഫലൗലാ തദക്കറൂൻ, എന്താ നിങ്ങൾ ആലോചിക്കാത്തത്? വിഷയങ്ങളെ കുറിച്ച് എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്, ചിന്തിക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും മനുഷ്യ സമൂഹത്തോട് ചോദിക്കുന്നു. മനുഷ്യരാകുന്ന എന്റെയും നിങ്ങളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച്, ഇന്ദ്രിയ തുള്ളികളെ കുറിച്ച്
നമ്മുടെ മരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. എന്നെ അതിജയിക്കുവാനും എന്നെ തോൽപ്പിക്കാനും നിങ്ങൾക്കാർക്കും കഴിയില്ല എന്ന് അല്ലാഹു പറഞ്ഞു. ഒന്നാമത്തെ സൃഷ്ടിപ്പ് നടത്തിയത് ഞാനാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കാത്തത് എന്ന ശക്തമായ അതിശക്തമായ ഒരു ചോദ്യം റഹ്മാനായ റബ്ബ് നമ്മോട് ചോദിക്കുകയാണ്. വീണ്ടും അല്ലാഹു തആല ചില കാര്യങ്ങൾ കൂടെ നമ്മോട് പറയുന്നു. അഫറഅയ്തും മാ തഹ്റുസൂൻ, അഫറഅയ്തും നിങ്ങൾ കണ്ടുവോ മാ തഹ്റുസൂൻ നിങ്ങൾ വിളയിടുന്നത്, നിങ്ങൾ വിത്തിറക്കുന്നത് നിങ്ങൾ കണ്ടുവോ? അഅൻതും നിങ്ങളാണോ തസ്റഊന മുളപ്പിക്കുക, തസ്റഊൻ നിങ്ങൾ മുളപ്പിക്കുക, ഹു അതിനെ, ഏതിനെ? ആ കൃഷിയെ, ആ വിത്തിനെ, അത് മുളപ്പിക്കുന്നത് നിങ്ങളാണോ? അഅൻതും തസ്റഊനഹു നിങ്ങളാണോ അത് മുളപ്പിച്ച് അതിനെ വിളയിക്കുന്നത്? അം നഹ്നു തസാരിഊൻ അതല്ല നാം ആണോ അതിനെ വിളയിപ്പിക്കുന്നത് എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം. മനുഷ്യർ, കൃഷി ചെയ്യുന്ന കർഷകർ, അവർക്കെന്തിനേ കഴിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നിലം ഉഴുതാൻ അവർക്ക് കഴിയും. നിലമെല്ലാം കൊത്തി അതെല്ലാം വൃത്തിയാക്കി അത് അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്യാൻ കഴിയും. വിത്ത് വിതക്കാൻ അവർക്ക് കഴിയും. വിതച്ചിങ്ങോട്ട് പോരാ എന്നല്ലാതെ ആ വിത്ത് മണ്ണിന്റെ അടിയിലേക്ക് പോയി അതിന്റെ സമയമാകുമ്പോൾ അത് മുളപ്പിക്കുകയും അങ്ങനെ മുളച്ച് മാസങ്ങൾ കഴിയുമ്പോൾ, ദിവസങ്ങൾ കഴിയുമ്പോൾ അവിടെ അവർ ഉദ്ദേശിക്കുന്ന സസ്യങ്ങളെയും ഭക്ഷണ പദാർത്ഥങ്ങളെയും എല്ലാം അതിനെ മുളപ്പിക്കുവാനും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക എന്നത് ആരുടെ പണിയല്ല? കർഷകന്റെ പണിയല്ല. കർഷകന്റെ പണി എന്ത് മാത്രമേ ഉള്ളൂ? ആ വയല് അത് ഉഴുതു മാറ്റുക, അതേ പ്രകാരം അവിടെ വിത്തിടുക, വെള്ളം നനച്ചു കൊടുക്കുക, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാടുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾ മാത്രമേ മനുഷ്യന് ചെയ്യാൻ കഴിയൂ. ഉറപ്പാണല്ലോ, അത് മാത്രമേ മനുഷ്യന് ചെയ്യാൻ കഴിയൂ. എല്ലാ ദിവസവും പോയി മണ്ണിന്റെ അടിയിലേക്ക് പോയിട്ട് അതിനെങ്ങനെ തട്ടിക്കൊടുത്ത് അതിനെ മുളപ്പിക്കാൻ മനുഷ്യന് കഴിയോ? ഇല്ല. അള്ളാഹു മനുഷ്യരാകുന്ന നമ്മോട് എത്ര വ്യക്തമായ ഉദാഹരണം, നമുക്കൊക്കെ മനസ്സിലാകുന്ന ഉദാഹരണം. അത് ഞാനാണോ മുളപ്പിക്കുന്നത്? അതല്ല, നിങ്ങളാണോ അവിടെ എന്തെങ്കിലും ആ മണ്ണിനടിയിൽ ആ വിത്തുകളെ അതിനെ മുളപ്പിച്ച് അതിനെ വിളയിപ്പിക്കാൻ വല്ല ഏർപ്പാടുകളും നിങ്ങളുടെ കയ്യിലുണ്ടോ മനുഷ്യരെ? എന്തെങ്കിലും ഇടപെടലുകൾ നടത്താൻ നിങ്ങൾക്ക് കഴിയുമോ മനുഷ്യരെ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അള്ളാഹ് പറയുന്നത് അത് നിങ്ങളല്ല, അത് ഞാനാണ്. ഇനിയോ, ലൗലാ നശാഉ ലജഅൽനാഹു ഹുതാമൻ ഫളൽതും തഫക്കഹൂൻ. ലൗ നശാഉ നമ്മൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ, ലജഅൽന നാം ആക്കുമായിരുന്നു, ഹു ആ കൃഷിയെ. നിങ്ങൾ വിത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോന്നു, പറഞ്ഞ പണിയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്ത്? വളം കൊടുക്കേണ്ട സമയത്ത് വളം ഇട്ട് കൊടുത്തു, നനയ്ക്കേണ്ട സമയത്ത് നനച്ചു കൊടുത്തു, എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അള്ളാഹു പറയാ പിന്നെ അത് മുളപ്പിക്കുകയും അവിടെ അതിന് ഉൽപാദനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യല് അത് നിങ്ങളെ പണിയല്ല, അത് നമ്മളാണ് ചെയ്യുന്നത്. ഇനി അവിടെ ലജഅൽനാഹു അതിനെ നാം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നാം ആക്കുമായിരുന്നു, ഹുത്വാമാ അത് ഉണക്കൽ, അത് തുരുമ്പാക്കി കളയുമായിരുന്നു. ഫളൽതും അപ്പോൾ നിങ്ങൾ ആയേക്കും തഫക്കഹൂൻ നിങ്ങൾ ആശ്ചര്യം പറഞ്ഞ് ദുഃഖപ്പെട്ട് ആശ്ചര്യം പറഞ്ഞിരിക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വല്ലാത്ത ഒരു ഉദാഹരണം. നമുക്കൊക്കെ നമ്മുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഉദാഹരണം മുമ്പിൽ വെച്ച്, നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ മുമ്പിൽ വെച്ചിട്ടല്ല അള്ളാഹു നമ്മോട് സംവദിക്കുന്നത്. നമ്മളൊക്കെ കൃഷികൾ കാണുന്നവരാണ്. ആ കൃഷികളെ വല്ലാത്ത പ്രതീക്ഷയോടുകൂടെയാണ് ഏതൊരു കർഷകനും, അവൻ നെൽവിത്താണെങ്കിലും അതല്ലെങ്കിൽ ഗോതമ്പാണെങ്കിലും ഇനി വാഴയാണെങ്കിലും മറ്റുള്ള ഏതൊരു കൃഷിയും ചെയ്യുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടെ ആണ് അവർ കൃഷി ചെയ്യുക. എന്നാൽ അത് നിങ്ങൾ ചെയ്തിട്ടുള്ള കൃഷിയെ അതിനെ ഉണക്കിക്കളയാൻ, അതിനെ തുരുമ്പാക്കി കളയാൻ നമുക്കാകുമായിരുന്നു. നമ്മളത് ഉദ്ദേശിച്ചെങ്കിൽ നമ്മളത് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഏറെ ദുഃഖപ്പെട്ട് ആശ്ചര്യം പറഞ്ഞിരിക്കും, ഈ കൊല്ലത്തെ കൃഷി വല്ലാത്ത മോശമാണ്, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം നശിച്ചു പോയി എന്ന് നിങ്ങൾ ദുഃഖപ്പെട്ട് കഴിഞ്ഞു കൂടുമായിരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാത്രമല്ല ഇന്നാ ലമുഗ്റമൂൻ തീർച്ചയായും നാം വിള നഷ്ടപ്പെട്ട് നാം കടബാധിതരായിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മൾ കടബാധിതരായിരിക്കുന്നു. ബൽ അന്നല്ല നഹ്നു മഹ്റൂമൂൻ എല്ലാം മുടക്കപ്പെട്ടവരാകുന്നു. ആഹാരമാർഗം മുടക്കപ്പെട്ടു, ഇനി കുട്ടികളെ പോറ്റാൻ മാർഗമില്ല, ഈ വർഷം വളരെ പ്രതിസന്ധിയാണ്, സാമ്പത്തികമായ പ്രതിസന്ധികളും പ്രയാസവും ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുമായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചാൽ അത് മുഴുവനും ആ കൃഷി ഇല്ലാതെയാക്കാൻ നമുക്ക് കഴിയും. മനുഷ്യരെ, അല്ലാഹു ചോദിക്കാം, മനുഷ്യരെ അതൊന്നും ചെയ്യാതെ നിങ്ങൾ വിത്തിട്ട് പോന്ന ആ സ്ഥലത്ത് അതിനെ മുളപ്പിച്ച് അവിടെ നിങ്ങൾ ഉദ്ദേശിച്ച ആ രീതിയിലുള്ള ആ ആഹാരങ്ങൾ നൽകുന്നത് ആരാണ്? അത് നമ്മളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഈ ആയത്തുകളിലൂടെ. നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്ന, നാം അനുഭവിക്കുന്ന, നാം ഭക്ഷിക്കുന്ന, നാം കുടിക്കുന്ന
ഇത്തരം കാര്യങ്ങളൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് ചോദിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയവരല്ലേ, എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ സത്യത്തിലേക്ക് കടന്നു വരുന്നില്ല? എന്തേ നിങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരായി നിങ്ങൾ മാറുന്നില്ല? എന്നൊക്കെ റഹ്മാനായ റബ്ബ് ചിന്തിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്, ഉറ്റാലോചിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ മുമ്പിലേക്ക് നോക്കാൻ, നമ്മുടെ തോട്ടങ്ങളിലേക്ക് നോക്കാൻ, നമ്മുടെ വയലുകളിലേക്ക് നോക്കാൻ, ഓരോ കായികനികളിലേക്കും ശ്രദ്ധിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുകയാണ്. കാരണം അവിടെയെല്ലാം അതിനെ സംവിധാനിച്ചിട്ടുള്ളത്, അതിനെ നമുക്ക് പാകപ്പെടുത്തി തന്നിട്ടുള്ളത് റഹ്മാനായ റബ്ബാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾ, അവന്റെ ശാസനകൾ ജീവിതത്തിൽ സൂക്ഷിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ, അള്ളാഹു നമ്മോട് വിലക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.